ഞാൻ പണ്ടേ ഒരു ചമ്മിപ്പോയൊരു കഥ പറയട്ടെ. ചമ്മിപ്പോയൊരു കഥ കേൾക്കുമ്പോൾ ഒരു രസം, ഒരു നൊസ്റ്റുമാണ് എൻ്റെ ഇത്. ഒരു പ്രാവശ്യം എൻ്റെ അമ്മ മറ്റേ ഒരു ഹോട്ടൽ നടത്തുമായിരുന്നേ. അപ്പോൾ ഞാൻ ഉച്ച കഴിഞ്ഞ് എന്നും അമ്മയുടെ അടുത്ത് ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ അമ്മയുടെ ചെല്ലും. അപ്പോൾ ഞാനങ്ങനെ ചെല്ലുമ്പോൾ ഊണ് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരിക്കും അമ്മ. കുറച്ച് പേർക്ക് ഈ വീട്ടിൽ ഹോംലി ഫുഡ് പോലെ കൊടുക്കുന്നതാണ്. അപ്പം ഇങ്ങനെ ഭക്ഷണം ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാനപ്പോൾ ഇങ്ങനെ ഹോട്ടൽ റൂമിനകത്ത് ഇങ്ങനെ ഹോട്ടൽ റെസ്റ്റോറൻറ്റ് അതിനകത്ത് ചെറിയത്. അപ്പം അതിനകത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴുണ്ടല്ലോ ഒരു പേഴ്സ് താഴെ കിടക്കുന്നതാണ്. ഞാൻ അമ്മ കാണാതെ ആ പേഴ്സ് എടുത്ത് ഞാൻ നോക്കിയപ്പോൾ നോട്ട് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് അതിനകത്ത്. എൻ്റെ ദൈവമേ, ഒരു ഗതിയും പരഗതിയില്ലാതിരിക്കുന്ന സമയത്ത് ഞാൻ എറണാകുളം ജില്ല പോലും കണ്ടിട്ടില്ല. തരാം രണ്ട് കുഞ്ഞി പിള്ളേരും. പൈസ നോക്കിയപ്പോൾ ഞാൻ അകത്ത് പോയി, എളുപ്പത്തിന് അകത്ത് പോയി റൂം അടച്ചിട്ട് എണ്ണി നോക്കിയപ്പോൾ 35,000 രൂപ. എൻ്റെ ദൈവമേ, എനിക്ക് എന്ത് ചെയ്യണം ഒരു വിറവൽ പോലെ പൈസ എൻ്റെ കയ്യിൽ ഇരിക്കുക. അന്നൊന്നും ഞാൻ അത്രയും പൈസ നമ്മൾ കാണാറില്ല അങ്ങനെ ഇന്നപ്പോൾ അമ്മ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, തുള്ളിച്ചാടണമെന്ന് തോന്നി. എനിക്ക് ദൈവം തന്നണൊക്കെ ഒരു അപ്പോൾ തന്നെ സ്വപ്നം കണ്ട് രാവിലെ പിള്ളേരെ ഒരുക്കി എറണാകുളത്ത് പോകണം. ഞാൻ സ്വപ്നം കാണും നല്ലൊരു കടയിൽ നിന്ന് ഫുഡ് കഴിക്കണം, പിള്ളേർക്ക് എന്തെങ്കിലും ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കണം, എനിക്കും എടുക്കണം. ഞാൻ സ്വപ്നം കാണും. അതൊരു വിവരമില്ലാത്തവരായാലും. അപ്പോൾ അമ്മ പറഞ്ഞ് മോളെ ഈ പാത്രം ഒന്നും കഴിച്ചാൽ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ നമ്പരിട്ടിരുന്നു. പിന്നെ അമ്മക്ക് പാത്രമൊക്കെ കഴുകി കൊടുത്ത് ഞാൻ. എന്നിട്ട് അങ്ങനെ ഇരുന്നിട്ട് ഞാൻ പറയും എളുപ്പം ഞാൻ പോകണമെന്ന് പറഞ്ഞു പോകാനൊരുങ്ങി. ഇപ്പോൾ ഒരു ചേട്ടനവിടെ വന്ന് മോളെ മൈഥിലി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ പേരാ. മൈഥിലി, ഞാനിവിടെ വന്നിരുന്നപ്പോൾ എൻ്റെ മോനെ എൻ്റെ ഒരു പേഴ്സ് താഴെപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണ നിശ്ചയമാണ്, ചെറുക്കൻ്റെ ആൾക്കാർ വരും, പൈസ കൊടുക്കണ്ടേ മോളെ, ഞായറാഴ്ച കൊടുക്കണ്ടേ, ഇതൊരു വെള്ളിയാഴ്ച ദിവസം. ഞാൻ സ്വർണ്ണം പണയം വെച്ച് കൊണ്ടുവന്നതാണ് മോനെ. 50,000 രൂപ ഇനിയും 15,000 രൂപ വേണം. പൈസ പേഴ്സ് പോയി വീട്ടിലോട്ട് എങ്ങനെ പോയി? എൻ്റെ പൊന്നു മോനെ, ഞാൻ ഇവിടെ വന്നിരുന്നു ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വേറെ ചായക്കടയിലൊക്കെ പോയിട്ടുണ്ട്, അവിടെ എല്ലാം പോയി നോക്കി, അവിടെ ഒന്നും ഇല്ല മോനെ. ഇവിടെ എങ്ങാനും കിടപ്പുണ്ട്, അതുകൊണ്ട് അയാൾ അവിടെ എല്ലാം കിടന്ന് നോക്കുന്നു. എനിക്ക് എന്ത് ചെയ്യണം? ഞാൻ അകത്തിരിക്കുമ്പോൾ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുക. ഇയാളെ ഇല്ല ചേട്ടാ ഇവിടുന്ന് എനിക്ക് കിട്ടിയില്ലെന്ന് പറയാം. അമ്മ അറിയുന്നില്ലല്ലോ ഇത്, അമ്മേനെ കാണിച്ചിട്ടില്ലേ. അവിടെ എല്ലാം തപ്പിയിടന്നിട്ട് പുള്ളിക്കാരൻ എന്നെ കാണുമ്പോൾ തന്നെ അമ്മ ഉള്ള മേച്ചോടെ പൂട്ടി വെക്കും. അമ്മയുടെ അടുത്തോട്ട് പോയാലോന്ന് ഓർത്തിട്ട് തന്നില്ലേ ഗുണ്ടേനെ പോലെ നിൽക്കും ഞാൻ അമ്മയുടെ അടുത്ത്. അതുകൊണ്ട് അമ്മ എത്ര ഊണുണ്ടെങ്കിൽ ഊണൊന്നും ഇല്ലാതെ മോനെ കുറച്ചുള്ള പൈസ ഇല്ലെന്ന് പറഞ്ഞ് നമ്മളെ പറഞ്ഞിടാൻ നോക്കുന്ന അമ്മയെ. അപ്പോൾ ഈ ചേട്ടൻ പറയാൻ വേണ്ടി ദൈവം ചേച്ചിരാ ഞാൻ പോട്ടമുള എന്തെങ്കിലും കൊണ്ട് അമ്മ പുള്ളിക്കാരൻ ഇറങ്ങിക്കൊണ്ട് നടക്കും. അന്നേരം എൻ്റെ മനസ്സ് ഒരു മനസ്സിനോട് പറയാം കൊടുക്കണ്ട. മറ്റേ മനസ്സിനോട് പറയാം ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടായിരുന്നു ചക്കരകളെ. മറ്റേ മനസ്സിനോട് പറയാം കൊടുത്തേരും നിനക്ക് പാപം കിട്ടും. ഞാൻ പുറത്തോട്ട് ഇറങ്ങിച്ചിട്ട് ചേട്ടൻ അങ്ങോട്ട് പോയി. ചേട്ടാ എന്നിങ്ങനെ വിളിച്ച്. ചേട്ടൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കി. എന്താ മോളെ ഇങ്ങോട്ട് വന്നിട്ട് വിളിച്ചിട്ട് ഞാൻ പേഴ്സ് കൈ കൊടുത്തു. എൻ്റെ പൊന്നുമോനെ എവിടെ നിന്ന് കിട്ടി? എനിക്ക് കിട്ടിയായിരുന്നു. ആരെങ്കിലും വരുവാണെങ്കിൽ അമ്മയോട് ഞാൻ പറയാഞ്ഞിട്ടേ ആരെങ്കിലും വരുവാണെങ്കിൽ ഇത് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു പറഞ്ഞു. വെറുതെ എൻ്റെ പൊന്നേട്ടാ, എൻ്റെ പൊന്നു മുത്തുകളെ ഞാൻ പിന്നെ ചേട്ടനാ പൈസ പിടിച്ച് എൻ്റെ കുഞ്ഞിന് നല്ലത് വരും എനിക്ക് ഇത് തന്നതിനെ പറഞ്ഞു അനുഗ്രഹിച്ചിട്ട് അങ്ങ് പോയി. ഞാനകത്ത് ഓടിപ്പോയി കിടന്നു. ഞാൻ കാരണം കുറേ വർഷങ്ങളായിട്ടൊരു പൈസയും കൈ കിട്ടാതെ വില. അന്ന് നമുക്കൊരു ജോലിക്ക് പോകുന്ന ശീലം അങ്ങനെ ഒന്നും വന്നിട്ടില്ല. നമുക്ക് അങ്ങനത്തെ ഒരു ചിന്തകളൊന്നും വരാത്തൊരു സമയമാണ്. ഈ എറണാകുളത്താണ് ആലപ്പുഴ വല്ല ജോലിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അകത്ത് പോയിക്കൊണ്ട് ഏകലടിച്ച് കരഞ്ഞ് ദൈവമേ എന്തിനാണ് അമ്മ എന്നെ സൃഷ്ടിച്ചത്? പൈസ ഇല്ലാത്ത ഈ ജീവിതം എന്തിനാണ് എനിക്ക് ജീവിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മേനെ കുറേ പറഞ്ഞ് കരഞ്ഞപ്പോൾ അമ്മ അയ്യോ മോനെ നിനക്ക് ഇത്ര സങ്കടമോ, നീ നല്ലൊരു കാര്യം ചെയ്തത്. ഞാൻ പറഞ്ഞു ഞാൻ ആ പൈസ ഭയങ്കര ആഗ്രഹിച്ചായിരുന്നു, എനിക്ക് എറണാകുളത്തൊക്കെ എനിക്ക് ജീവിക്കണ്ട എന്നൊക്കെ പറഞ്ഞവർക്ക് അറിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു മോനെ എൻ്റെ ഒരു പൊട്ടി വളയിരിപ്പുണ്ട് നിനക്ക് തരാമെന്ന് പറഞ്ഞു. നീ അത് പണയം വെക്കുമല്ലോ. ഞാൻ കാശ അത് അപ്പം തന്നെ ഞാൻ ഓടിക്കൊണ്ടുപോയി ആ പൈസ വിറ്റവണ വെച്ചങ്ങനെ ഞാൻ എടുത്ത് ഞാൻ ആ പൈസ എടുത്തിട്ട് ഞാൻ പിറ്റേന്ന് രാവിലെ തന്നെ 7:30 ട്രെയിൻ എൻ്റെ 2 കുഞ്ഞുങ്ങളുമായിട്ട് ഞാൻ എറണാകുളം പിടിച്ച് ഇവിടെ വന്നേ തുണിയൊക്കെ എടുക്കും. അവിടുന്ന് ഇവിടെ ഒരു മഹാരാജാസ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടല്ലോ അവിടെ വന്ന് കുറേ ഇങ്ങനെ വില കുറഞ്ഞത് കുറേ കിട്ടുമല്ലോ ചേച്ചി. അവിടെ വന്ന് പിള്ളേർക്ക് വീട്ടിടാനൊക്കെ എടുത്ത് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തില്ല. എൻ്റെ ഒരു നിസ്സഹായ ഒരവസ്ഥ. പക്ഷേ എനിക്ക് വേണേൽ കൊടുക്കാതിരിക്കായിരുന്നു, അയാൾ അറിയാൻ പോണില്ലല്ലോ, ആരും അമ്മ പോലും അറിഞ്ഞില്ലേ. പക്ഷെ അന്നും നമ്മുടെ മനസ്സിനുള്ളിൽ ഒരു നന്മയുണ്ട്.
നമുക്ക് രണ്ട് മനസ്സെപ്പോഴും ഉണ്ടായിരിക്കും. നമ്മുടെ ഉള്ളിലെ മനസ്സ് പറഞ്ഞ് നമ്മൾ ചെയ്യാവുള്ളൂ. അതൊക്കെ ദൈവം നമ്മളെ പരീക്ഷിക്കുന്നതായിരിക്കണമെന്ന് വിചാരിച്ചോണം. പിന്നീട് നമുക്ക് നല്ലത് ഉറപ്പായിട്ട് തീർച്ചയായിട്ടും വരും. അപ്പോൾ നമ്മുടെ മനസ്സ് ആദ്യം പറയും കൊടുക്കേണ്ടെന്ന്, പക്ഷേ കൊടുത്തേക്കണം. അതൊക്കെ ഒരു നല്ല കർമ്മത്തിൽ പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേട്ടോ കരകളെ. ഓ, ആ പൈസ എടുത്തോണ്ട് പോകുമ്പോൾ അങ്ങനെ ആ പൈസ മേടിച്ചിട്ട് പോകുമ്പോൾ എൻ്റെ ഒരു ആ ആയിരിക്കാം അല്ലേ ദൈവമേ ഗുരുവായൂരപ്പ. അത് ഭയങ്കര ഒരു സങ്കടമായിരുന്നു. ആ പൈസ പോയി കഴിഞ്ഞാൽ കൊടുത്തിട്ട് അങ്ങനെ സന്തോഷം കാണാറുണ്ട്. ഞാൻ മറക്കത്തില്ല ഒരിക്കലും. പിന്നെ പൊന്നുമോനെ എൻ്റെ പൊന്നുമോനെ എന്ന് പറഞ്ഞിട്ട് പൊന്നുമോനെ എന്ന് വിളിക്കുന്ന നല്ലൊരു അച്ഛൻ. അപ്പോൾ നിങ്ങളോടൊന്ന് പറയാൻ തോർത്ത് ചക്കരകളെ.